അമേരിക്കയുടെ ഒരു വലിയ വിമാനത്തിൽ ബംഗ്ലാദേശിൽ നിറയെ ആയുധങ്ങളുമായിട്ട് അമേരിക്കൻ വിമാനം എത്തിയിട്ടുണ്ട്. ചരക്ക് വിമാനമാണ്. അപ്പൊ വിമാനം എത്തി, ആയുധം എത്തി എന്നുള്ള കാര്യം ശരിയാണ്. അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അരക്കൻ ആർമിക്കുള്ള ആയുധമാണെന്നാണ് ഇപ്പൊ വരുന്ന വാർത്ത. അതിനകത്ത് ഈ പറയുന്ന അമേരിക്കയുടെ ലോജിസ്റ്റിക് തലവനും ഏതാണ്ട് 4 പേരും ഇതിനോടനുബന്ധിച്ച് ബംഗ്ലാദേശിൽ വന്നിട്ടുമുണ്ട്. ഇപ്പം ബംഗ്ലാദേശിന്റെ വിഷയം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കരമാർഗമുള്ള ഇങ്ങോട്ടുള്ള ഇറക്കുമതികൾ ഒക്കെ നിർത്തിയിട്ടുണ്ട്. അത് ബംഗ്ലാദേശിന് വലിയ നഷ്ടം ഉണ്ടാക്കി. തുണിയുടെ ഇറക്കുമതി, മറ്റ് ചില ഇറക്കുമതികളൊക്കെ ഉണ്ടായിരുന്നു. അത് നേരത്തെ കരമാർഗമൊക്കെ ഈ കരമാർഗമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡൽഹി മുഖേനയും പശ്ചിമ ബംഗാൾ മുഖേനയും വ്യോമമാർഗം മാത്രമേ എടുത്തു. അപ്പൊ അതിനകത്ത് ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ട്, ചെലവുകൾ കൂടുതലുണ്ട്, അവർക്ക് നഷ്ടങ്ങൾ കൂടുതലുണ്ട്. എന്ത് നഷ്ടം വന്നാലും ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറുന്നു. ഓരോ ദിവസവും അടിക്കടി വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾക്കെതിരെ ശത്രുതയുമായിട്ട് നിൽക്കുന്ന പാകിസ്ഥാന്റെ അതേ സ്വഭാവത്തിൽ ഒരുപക്ഷെ അതിനെക്കാട്ടി വലിയ വലുപ്പത്തിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ മാനസികാവസ്ഥയുള്ള രാജ്യം, പക്ഷെ ശേഷിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.